ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു ചാമ്പയ്ക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. ബാക്കിയെല്ലാം കൊഴിഞ്ഞൊക്കെ പോയി, പിന്നെ അവസാനം ഉണ്ടായിരുന്നതിൽ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം അത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ്, കായം എന്നിവ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ അത് വെക്കണം. എന്നാൽ മാത്രമേ ഉപ്പ് അതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് ബാക്കി കുറച്ചുകൂടി ഞാൻ കഴിച്ച് തീർത്ത്, അത് കാരണം ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വളരെ കുറച്ച് മാത്രം മതിയാവും. ഇപ്പോൾ അളവ് കുറവായതുകൊണ്ടാണ് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ്, പിന്നെ ഒരിത്തിരി കായവും കൂടി ചേർത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒരു 2-3 മണിക്കൂർ വെക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടി ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഇതിനായിട്ട് വേണ്ടത് മുളക് പൊടിയും ഉലുവാപ്പൊടിയും മാത്രമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതിന് എത്രയാണോ വേണ്ടത് അതിനാവശ്യത്തിനുള്ള മുളക് പൊടി, ഒരിച്ചിരി ഉലുവാപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇത്രയും എടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ, കടുക്, കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന ചാമ്പയ്ക്ക ഒന്ന് വേവിക്കാനായിട്ട് വെച്ചാൽ മതി. ചാമ്പയ്ക്ക ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്ന പൊടികളും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് അത് കരിഞ്ഞു പോവാതെ നോക്കണം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചെടുത്താൽ മതി. കറി നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ചാമ്പയ്ക്ക